Shall we go that വേരുറച്ച സ്ഥലം? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലൊരു വേരുറച്ചു പോയ സ്ഥലം ഉണ്ടാവും. നമ്മൾ ജനിച്ച് വളർന്ന് പിച്ച വെച്ച് നടന്ന സ്ഥലം. അങ്ങനെ ഞാൻ പിച്ച വെച്ച് നടന്ന സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലം, അതായത് വേരുറച്ച സ്ഥലം. ഇതിപ്പോൾ വിറ്റ് കഴിഞ്ഞു, സ്ഥലം മുഴുവൻ കംപ്ലീറ്റ് മാറി, വീടിരിക്കുന്ന സ്ഥലം പൊളിച്ച് നിരപ്പാക്കി. ആകെ ഇപ്പൊ സ്ഥിരമായിട്ടുള്ളത് ദേ ഒരു ആത്തയ്ക്കമരവും അതിൻ്റെ അപ്പുറത്തൊരു ബാത്റൂമും പിന്നെ ഈ ചുറ്റുമതിലും ഈ ഗേറ്റും. അപ്പൊ നമ്മൾ ഈ നോക്കുന്നത് വടക്ക് ഭാഗത്ത് നിന്നാണ് കേട്ടോ. പിന്നെ ഭയങ്കര മെമ്മറി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ദേ ഇവിടെ ഒരു വേപ്പിന്റെ മരമുണ്ട്. അതായിരുന്നു ആ ഒരു ഭാഗത്തായിരുന്നു ഞങ്ങളുടെ മുറ്റം. ദേ ഇതാണ് ആക്ച്വലി ഫ്രണ്ട് വശം. ഈ ഗേറ്റ് ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, ഇവിടെ നടന്നിട്ടുള്ള കല്യാണങ്ങൾ തന്നെ. കല്യാണത്തിന് കെട്ടാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ദേ ഈ ഗേറ്റാണ് മെയിൻ പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. എനിവേ, ഇതിപ്പോ പായലും പൂപ്പലും ചെടിയും കാടും പടലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എന്നാലും നമ്മളിവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ ഒന്നിങ്ങോട്ട് എത്തി നോക്കണേ എന്ന് പറയും. അങ്ങനെ ഇതുവഴി പോയപ്പോൾ ഒന്ന് എത്തി നോക്കാനായിട്ട് കയറിയതാണ്. ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഇതാണ്, ഒരുമാതിരി നൊസ്റ്റാൾജിയ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ഈ നൊസ്റ്റാൾജി വരുന്ന സമയത്ത് ശരിക്കും ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ കാണും. അപ്പുറം നിന്നിട്ട് നമ്മുടെ ഒരു നാട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ എന്താ ഇപ്പൊ വീഡിയോ എടുത്തിട്ട് ഇതിലിപ്പോ എന്താ ഇത്ര കാണാനുള്ളതെന്ന്. അവർക്ക് എന്താ, നമുക്കല്ലേ നൊസ്റ്റാൾജിയ. ദേ ഈ ഒരു വഴി ഉണ്ടല്ലോ, സ്കൂളിലേക്ക് നടന്നു പോയ വഴി. വീട്ടിൽ നിന്നും ഫസ്റ്റ് ബെല്ലടിക്കുമ്പോൾ ഒറ്റ ഓട്ടം ഓടിയാൽ മതി, സെക്കൻഡ് ബെല്ലാകുമ്പോഴത്തേനും സ്കൂളെത്തും. അതുമല്ല, ലഞ്ച് ബ്രേക്കിന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനും പറ്റും. ഇനിയിപ്പോ ഒരു ബുക്ക് മറന്നാലും ഓടി വന്ന് എടുത്തിട്ട് പോവാലോ. അങ്ങനെ എന്തൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ നടന്നിട്ടുള്ള എൻ്റെ സ്കൂളും പരിസരമൊക്കെയാണ് ഇത്. കാലങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞു, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. സ്കൂൾ കെട്ടിടം വരെ മാറിപ്പോയി. എന്നാൽ മാറാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചെല്ലപ്പേട്ടൻ്റെ കട. ഇവിടെ ഇപ്പം എന്താ മാറ്റം, ഒരു ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്, ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 4 ഷെൽഫ് കൂടുതൽ വന്നിട്ടുണ്ട്, പിന്നെ പുതിയ മിഠായികൾ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ സ്കൂൾ കെട്ടിടം. പിന്നെ ഒരു ഷീറ്റ് ഇറക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ ആൽമരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കുടയും പിടിച്ച് നിൽക്കുമായിരുന്നു, മിഠായി വാങ്ങാനും പെൻസിലോ പേനയൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കൂൾ വിട്ട നേരത്താണ് കേട്ടോ. ഒരുപാട് കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വന്നു. എന്താണെങ്കിലും എനിക്കിങ്ങനെ ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്തൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരു മാറ്റമില്ലാത്ത ദിയാ സ്റ്റിച്ചിങ് കടയാണ്. 1ാം ക്ലാസ് തൊട്ടിട്ട് 10th വരെയും യൂണിഫോം അവിടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി കോളേജിലേക്ക് പോയ അതേ ബസ്സിൽ കയറി വീട്ടിലേക്ക് വന്നു. നൊസ്റ്റാൾജിയ ട്രിപ്പ് അടിപൊളിയല്ലേ?